ബാർ കോഴ കേസിലെ വിജിലൻസ് കോടതി ഉത്തരവിൽ അപ്പീൽ നൽകണമെന്ന് വിജിലൻസ് ഡയറക്ടർക്കെതിരെയുള്ള കോടതി പരാമർശം നീക്കിക്കിട്ടണമെന്നാവശ്യപ്പെട്ടാണ് വിജിലൻസ് ഹൈക്കോടതിയെ സമീപിക്കുക. ബാർ കോഴ കേസിൽ വിജിലൻസ് കോടതിയുടെ വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനായിരുന്നു സർക്കാർ തലത്തിൽ തീരുമാനം. എന്നാൽ അടിയന്തര പ്രാധാന്യത്തോടെ റിവിഷൻ ഹർജി കൊടുക്കേണ്ടതില്ല എന്നാണ് സർക്കാരിന് ലഭിച്ച നിയമോപദേശം. ബാർ കോഴ കേസിൽ വിജിലൻസ് കോടതിയുടെ വിധിക്ക് പിന്നാലെ ഹൈക്കോടതിയിൽ റിവിഷൻ ഹർജി നൽകിയാൽ ഹൈക്കോടതിയിലും ചിലപ്പോൾ തിരിച്ചടിയായേക്കും എന്ന ഭയമാണ് സർക്കാരിനെ ഇതിൽ നിന്നും പിന്തിരിപ്പിച്ചത്. മാണിയും സ്വന്തം നിലയ്ക്ക് ഹൈക്കോടതിയിൽ അപ്പീൽ പോകില്ല. അതേസമയം ഹൈക്കോടതിയിൽ റിവ്യൂ ഹർജി നൽകാൻ അനുവാദം നൽകണമെന്നാവശ്യപ്പെട്ട് വിജിലൻസ് ആഭ്യന്തര സെക്രട്ടറിക്ക് കത്ത് നൽകി. കത്ത് ആഭ്യന്തര സെക്രട്ടറി മന്ത്രിക്ക് കൈമാറും. ആഭ്യന്തര വകുപ്പ് അനുവാദം നൽകിയാലും തിങ്കളാഴ്ച മാത്രമേ വിജിലൻസിന് ഹൈക്കോടതിയിൽ റിവ്യൂ ഹർജി നൽകാൻ സാധിക്കുകയുള്ളൂ. വിൻസെന്റ് എം പോളിനെതിരായ പരാമർശങ്ങൾ നീക്കണമെന്ന് മാത്രം ആവശ്യപ്പെട്ടായിരിക്കും വിജിലൻസ് റിവ്യൂ ഹർജി നൽകുന്നത്. നേരത്തെ ആലുവ പാലസിൽ മുഖ്യമന്ത്രിയും എജിയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. 1 മണിക്കൂറിലധികം നടത്തിയ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ പക്ഷേ മാധ്യമങ്ങളോട് വെളിപ്പെടുത്താൻ ഇരുവരും തയ്യാറായില്ല. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും DGP TP സെൻകുമാറിനെയും പരിഹസിച്ച ജേക്കബ് തോമസ്. അച്ചടക്കത്തിന്റെ മാനദണ്ഡം തനിക്കറിയില്ലെന്ന് ജേക്കബ് തോമസ്. വായിൽ ടേപ്പ് ഒട്ടിക്കുന്നതാണോ അച്ചടക്കമെന്നും ജേക്കബ് തോമസ് പരിഹസിച്ചു. ബാർകോഴ വിഷയത്തിൽ സത്യമേവ ജയതേ എന്നാണ് പറയാനുള്ളതെന്നും സത്യം തെളിഞ്ഞില്ലേ എന്നും ജേക്കബ് തോമസ് ചോദിച്ചു. അച്ചടക്ക ലംഘനം നടത്തുന്നതായി DGP വിമർശനം ഉന്നയിച്ചതിനെ കുറിച്ചായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ആദ്യ ചോദ്യം. അതിനുള്ള ഉത്തരം ഇങ്ങനെ: ഞാൻ ഇന്ന് ഇവിടെ IIM അഴിമതി എങ്ങനെ അവസാനിപ്പിക്കണമെന്നുള്ളതിനെ പറ്റി സംസാരിച്ചല്ലോ. താങ്കൾക്കെതിരെ അച്ചടക്ക നടപടിക്ക് സാധ്യതയുണ്ടെന്ന ചോദ്യത്തോട് ജേക്കബ് തോമസ് IPS ഇങ്ങനെ പ്രതികരിച്ചു: അച്ചടക്കം എന്താണ് എന്നുള്ളത് അതിൻ്റെ ഒരു ഡെഫിനിഷൻ എനിക്ക് അറിഞ്ഞുകൂടാ. പരസ്യപ്രതികരണം നടത്തുന്നത് അച്ചടക്ക ലംഘനമാണെന്ന DGP സെൻകുമാറിന്റെ പ്രസ്താവനയ്ക്കെതിരെ അദ്ദേഹത്തിന്റെ പ്രതികരണം ഇങ്ങനെ: അദ്ദേഹം ഒരു IPS ഓഫീസർ അല്ലേ, എന്നെപ്പോലെ തന്നെയുള്ള ഒരു IPS ഓഫീസർ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാർകോഴ കേസ് അന്വേഷണത്തിൽ ബന്ധമില്ലെന്ന ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവനയ്ക്കുള്ള മറുപടി ഇതായിരുന്നു: ആ സമയത്ത് ഞാൻ വിജിലൻസിൽ ജോലി ചെയ്തില്ല എന്ന് ആരെങ്കിലും പറഞ്ഞോ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മറുപടി പറയാം. ഞാൻ ആ സമയത്ത് വിജിലൻസിൽ ജോലി ചെയ്തിട്ടേ ഇല്ല. അങ്ങനെ ആർക്കെങ്കിലും ആക്ഷേപമുണ്ടോ? മാധ്യമങ്ങളിൽ പരസ്യ പ്രസ്താവന നടത്തുന്നതിനെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നവർക്ക് കയ്യിൽ കരുതി വെച്ച സെല്ലോ ടേപ്പ് ഉയർത്തിയാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. ഇല്ല, മീഡിയയെ കാണുമ്പോൾ ഞാൻ ചിരിക്കാതെ ഇങ്ങനെ ഗൗരവത്തിൽ നിൽക്കുകയും, ഞാൻ ഇന്ന് നിങ്ങളെ കാണാൻ വന്നപ്പോൾ ഒരു ടേപ്പ് ഒട്ടിക്കണമെന്ന് പറഞ്ഞ് ഇതൊക്കെ ഞാൻ വാങ്ങിച്ചിരുന്നു, ഇങ്ങനെ മുഖത്തിങ്ങനെ 2 ഒട്ടിക്കണോ എന്നൊക്കെ ഞാൻ ആലോചിച്ചു. പിന്നെ വിചാരിച്ചു നിങ്ങൾ ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരല്ലേ. ബാർകോഴ കേസിൽ SP സുകേശന്റെ കണ്ടെത്തൽ മതിയായ തെളിവാണെന്ന് കരുതുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം ഇതായിരുന്നു: സത്യമേവ ജയതേ എന്നല്ലേ നമ്മൾ ഇന്ത്യയിൽ എപ്പോഴും പറയുന്നത്. ബാർകോഴ കേസിൽ പുനരന്വേഷണം നടത്തിയാൽ സത്യം പുറത്തുവരുമെന്ന് കരുതുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഇതായിരുന്നു മറുപടി. സത്യം തെളിഞ്ഞിരുന്നില്ലേ? ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഉമ്മൻചാണ്ടി സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ വിരട്ടാൻ നോക്കേണ്ടെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ഉമ്മൻചാണ്ടിക്ക് വേണ്ടത് അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെയാണെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞത് ജേക്കബ് തോമസിനെ ഞാൻ ഡീൽ ചെയ്യുമെന്നുള്ളതാണ്. അതിനർത്ഥം അഴിമതിക്ക് കൂട്ടുനിൽക്കാത്ത ഉദ്യോഗസ്ഥന്മാരെ ഭയപ്പെടുത്തുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത്. അവരെ ഭയപ്പെടുത്തിക്കൊണ്ട് തൻ്റെ കൂടെ നിർത്താൻ അഴിമതിക്ക് സംരക്ഷണം കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ മാത്രമേ ഉമ്മൻചാണ്ടിക്ക് വേണ്ടൂ. അഴിമതി കേസിൽ പ്രതിയായിട്ടുള്ള KM മാണിയെ സംസ്ഥാന ധനകാര്യമന്ത്രിമാരുടെ കേന്ദ്ര സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഉടനെ പുറത്താക്കണം. ഇപ്പോഴും KM മാണി ആ സ്ഥാനത്ത് വെച്ചിരിക്കുന്നത് ദുരൂഹമാണ്. BJPയും കേരള കോൺഗ്രസും തമ്മിലുള്ളൊരു ഒത്തുകളിയുടെ ഭാഗമാണ് ഇപ്പോഴും KM മാണി ആ സ്ഥാനത്ത് വെച്ചിരിക്കുന്നതെന്ന് അർത്ഥമാക്കേണ്ടത്. KM മാണിയുടെ രാജിയെ ചൊല്ലി കേരള കോൺഗ്രസ് എമ്മിൽ ഭിന്നത. അടിയന്തര ഉന്നതാധികാര സമിതി ചേരണമെന്ന് PJ ജോസഫ് വിഭാഗം ആവശ്യപ്പെട്ടു. PC ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കൾ മാണി രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടു. അതേസമയം പ്രതിഷേധം ഭയന്ന മന്ത്രി KM മാണിയുടെ ഇന്നത്തെ ഔദ്യോഗിക പരിപാടികൾ റദ്ദാക്കി. മാണിയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന കോടതി ഉത്തരവ് കേരള കോൺഗ്രസിലും പൊട്ടിത്തെറി സൃഷ്ടിക്കുകയാണ്. നിയമവകുപ്പെങ്കിലും ഒഴിഞ്ഞ് മര്യാദ കാണിക്കണമെന്നതാണ് ജോസഫ് വിഭാഗത്തിന്റെ നിലപാട്. ഒരു പടി കൂടി കടന്ന് ആരോപണമുയർന്നപ്പോൾ രാജിവെച്ചിരുന്നെങ്കിൽ നിലവിലെ പ്രതിസന്ധി ഒഴിവാക്കാമായിരുന്നുവെന്ന് മുൻ ഉന്നതാധികാര സമിതി അംഗം PC ജോസഫ് തുറന്നടിക്കുന്നു. കേരള കോൺഗ്രസ് പാർട്ടിയുടെ കഴിഞ്ഞ 51 കൊല്ലത്തെ ചരിത്രത്തിനിടയിൽ ഇത്രയും ഗുരുതരമായൊരു പ്രതിസന്ധി പാർട്ടി നേരിട്ടിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം.
അതേസമയം പ്രതിസന്ധി ചർച്ച ചെയ്യാൻ ഉന്നതാധികാര സമിതി വിളിക്കണമെന്ന ആവശ്യം മാണി തള്ളി. പാർട്ടി കമ്മിറ്റി എപ്പോഴും കൂടാറുള്ളതാണ്. ഒന്നല്ല, ഒരു കാര്യമില്ല. പാർട്ടി കമ്മിറ്റി ഉടൻ ചേരേണ്ട കാര്യമില്ല. അതങ്ങനെയല്ലല്ലോ. പാർട്ടി കമ്മിറ്റി ഇതിനു വേണ്ടിയിട്ടല്ല. പാർട്ടി കമ്മിറ്റി റെഗുലറായിട്ട് ഞങ്ങൾ ചെയ്യുന്നു. പാർട്ടി കമ്മിറ്റി ചേരുമ്പോൾ ആനുകാലിക സംഭവ വികാസങ്ങളൊക്കെ ചർച്ച ചെയ്യും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഉന്നതാധികാര സമിതി ചേരുമെന്ന് PJ ജോസഫ്. അതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ കഴിയുന്നതിന് മുമ്പ് പ്രായോഗികമല്ലല്ലോ. അത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് യോഗം ചേരും. അല്ല, ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം സ്വാഭാവികമായിട്ട് യോഗം ചേരും. അല്ല, എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യും. അപ്പീൽ നീക്കങ്ങൾക്കിടെ പാർട്ടിയിൽ നിന്നുയർന്ന ഭിന്നാഭിപ്രായം മാണിയെ തീർത്തും പ്രതിരോധത്തിലാക്കുന്നു. കോടതിയിൽ നിന്നേറ്റ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ മാണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളും റദ്ദാക്കി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി, കോട്ടയം, തിരുവനന്തപുരം. ബാർ കോഴ കേസിൽ അപ്പീൽ നൽകാൻ മാണിയുടെ പുതിയ തന്ത്രം. സ്വന്തം നിലയ്ക്ക് അപ്പീൽ പോകാതെ അടുപ്പക്കാരനായ പാർട്ടി പ്രവർത്തകനെ കൊണ്ട് അപ്പീൽ നൽകും. തിരുവനന്തപുരം വിജിലൻസ് കോടതിയിലും മാണിക്ക് വേണ്ടി കക്ഷിയായ സണ്ണി ജോസഫാണ് അപ്പീൽ നൽകുക. പാർട്ടി ചെയർമാൻ KM മാണിക്കെതിരായ കോടതി ഉത്തരവിൽ ഹൈക്കോടതിയിൽ റിവിഷൻ ഹർജി നൽകാനാണ് കേരള കോൺഗ്രസ് M നേതാക്കളുടെ ശ്രമം. പാർട്ടി നേരിട്ട് കോടതിയെ സമീപിക്കില്ല. KM മാണിയുമായി അടുപ്പം പുലർത്തുന്ന തൊടുപുഴ സ്വദേശി സണ്ണി ജോസഫാണ് മാണിക്ക് വേണ്ടി ഹൈക്കോടതിയെ സമീപിക്കുക. തിരുവനന്തപുരം വിജിലൻസ് കോടതിയിലും സണ്ണി ജോസഫ് മാണിക്ക് വേണ്ടി കക്ഷി ചേർന്നിരുന്നു. വിജിലൻസ് കോടതിയിലെ കക്ഷിയായതിനാൽ റിവിഷൻ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കാൻ സണ്ണി ജോസഫിന് കഴിയുമെന്നാണ് കേരള കോൺഗ്രസിന് കിട്ടിയ നിയമോപദേശം. നേരിട്ട് കോടതിയെ സമീപിച്ചാൽ തിരിച്ചടിയുണ്ടാകുമെന്ന് KM മാണി ഭയക്കുന്നു. വിജിലൻസ് വകുപ്പിന്റെ ഹൈക്കോടതിയിൽ റിവ്യൂ പെറ്റീഷൻ ഡയറക്ടർക്കെതിരായ പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരിക്കും. ഈ സാഹചര്യത്തിലാണ് പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ KM മാണി വളഞ്ഞ വഴി സ്വീകരിക്കുന്നത്. ഹൈക്കോടതിയിലെ ചില മുതിർന്ന അഭിഭാഷകരുമായി സണ്ണി ജോസഫ് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബാർ കോഴ വിഷയത്തിൽ ധനമന്ത്രി KM മാണിയെ പിന്തുണച്ച് വീണ്ടും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. അതേസമയം മാണിക്കെതിരെ ഒളിയമ്പുകളുമായി AK ആന്റണിയും VM സുധീരനും രമേശ് ചെന്നിത്തലയും രംഗത്ത് വന്നു. ബാർക്കോഴ വിവാദത്തിൽ കോടതിയുടെ പുതിയ നിലപാടുകൾ കോൺഗ്രസിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഒരിക്കൽ കൂടി അടിയൊഴുക്കുകൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. ധനമന്ത്രി KM മാണിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സ്വീകരിച്ചതെങ്കിൽ മാണിക്കെതിരായ ഒളിയമ്പുകളാണ് KPCC പ്രസിഡന്റ് VM സുധീരന്റെയും AK ആന്റണിയുടെയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെയും വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. വിജിലൻസ് കോടതി ഉത്തരവ് നിയമത്തിന്റെ അവസാന വാക്കല്ലെന്നും KM മാണി രാജിവെക്കേണ്ടതില്ല എന്നുമാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. മുമ്പ് കുറ്റാരോപിതനായതിന്റെ പേരിൽ KP വിശ്വനാഥനോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടത് തന്റെ തെറ്റായിരുന്നുവെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ശ്രീ KP വിശ്വനാഥനോട് ഞാൻ ചെയ്ത തെറ്റ് ഞാൻ തിരിച്ചറിഞ്ഞു, വളരെ വേദനയോടുകൂടി. അദ്ദേഹം 100% കുറ്റവിമുക്തനാക്കി. 10-12 കൊല്ലത്തിന് ശേഷം എനിക്ക് അദ്ദേഹത്തോട് എന്ത് ചെയ്യാൻ പറ്റി? എനിക്ക് നീതി ചെയ്യാൻ പറ്റിയോ? എന്റെ മനസാക്ഷി എപ്പോഴും കുത്തുന്നൊരു പ്രശ്നമാണ്. ജുഡീഷ്യറിയിലും വിശ്വാസമുണ്ട്, ജനകീയ കോടതിയിലും വിശ്വാസമുണ്ട്. ബാർക്കോഴ കേസ് ജനകീയ കോടതിയിലാണെന്നാണ് VM സുധീരൻ അഭിപ്രായപ്പെട്ടത്. ഉചിതമായ സമയത്ത് ഇത് സംബന്ധിച്ച അഭിപ്രായം പറയുമെന്നും സുധീരൻ കൂട്ടിച്ചേർത്തു. ഇതേ സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണയും കൃത്യമായ ഒരു തീരുമാനവും ഞങ്ങൾക്കുണ്ട്. അത് അതിൻ്റെതായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. കേസിൽ വിജിലൻസ് കോടതി വിധി പ്രകാരം തുടരന്വേഷണം നടക്കട്ടെയെന്നാണ് AK ആന്റണിയുടെ നിലപാട്. ഈ ധാർമ്മികത വ്യക്തിപരമാണ്. കോടതി വിധിയെ ഞാൻ ശരിവെക്കുന്നു, അംഗീകരിക്കുന്നു. അതുകൊണ്ടാണല്ലോ കോടതി പറഞ്ഞിരിക്കുന്നത്. എന്താ കോടതി പറഞ്ഞിരിക്കുന്നത്? തുടരന്വേഷണം വേണം. കോടതി വിധി വിജിലൻസിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്നതാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. വിജിലൻസിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഈ വിധി പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ടെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്. വിജിലൻസ് കോടതി വിധിയിലൂടെ ഉമ്മൻചാണ്ടി സർക്കാരിന് തുടരാനുള്ള അർഹത നഷ്ടമായെന്നും KM മാണി രാജിവെക്കണമെന്നും CPM പോളിറ്റ് ബ്യൂറോ ആവശ്യപ്പെട്ടു. KM മാണിക്കെതിരെ വളരെ ശക്തമായ വിമർശനമാണ് വിവിധ നേതാക്കൾ ഉയർത്തിയത്. ധനമന്ത്രി KM മാണി 25 ലക്ഷം രൂപ ബാറുടമകളിൽ നിന്ന് കോഴ വാങ്ങിയതിന് പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്നും മാണിക്കെതിരെ തുടരന്വേഷണമാകാമെന്നുമുള്ള പ്രത്യേക വിജിലൻസ് കോടതിയുടെ വിധിയിൽ മാണി രാജിവെക്കണമെന്ന് CPM പോളിറ്റ് ബ്യൂറോ ആവശ്യപ്പെട്ടു. UDF government in Kerala is turning out to be the most corrupt government that Kerala has ever seen. ബാർ കോഴ കേസിൽ ഖജനാവിലെ പണം കൊണ്ട് അപ്പീൽ പോകുന്നത് മര്യാദയല്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പറഞ്ഞത്. മാണിയുടെ കാശ് കൊണ്ട്, കോഴ വാങ്ങിയ കാശ് കൊണ്ട് മാണി പോട്ടെ അപ്പീലിന്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പോകുന്നത് ഖജനാവിലെ കാശെടുത്തിട്ടാണ്.
മാണിക്കെതിരായ വിജിലൻസ് കോടതി വിധിയിൽ ആദർശധീരന്മാർ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നുവെന്ന് പിണറായി വിജയൻ ചോദിച്ചു. മാണിക്ക് അനുകൂലമായ റിപ്പോർട്ട് തരാവൂ എന്ന് സർക്കാരിന് ശാഠ്യമുണ്ടായിട്ടും വന്ന തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തി നൽകിയ റിപ്പോർട്ടാണല്ലോ. വിജിലൻസ് കോടതി വിധിക്കെതിരെ അപ്പീൽ കൊടുക്കാനുള്ള സർക്കാർ ശ്രമം പരിഹാസ്യമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. 101 പ്രാവശ്യം അന്വേഷണം നേരിടാമെന്ന് പറയുന്ന ആൾ എന്തിനാണ് അപ്പീലുമായി അന്വേഷണം തടയാൻ വേണ്ടി കോടതിയെ സമീപിക്കുന്നത്? ധനകാര്യമന്ത്രി അധികാരത്തിൽ ഇരുന്നുകൊണ്ട് നടത്തുന്ന ഏതൊരു അന്വേഷണവും പരിഹാസ്യമായിരിക്കും. രാജി സമർപ്പിക്കാൻ വേണ്ടി തയ്യാറാകുന്നില്ലെങ്കിൽ മുഖ്യമന്ത്രി ഇടപെട്ട് അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്. വിശുദ്ധിയുടെ മുഖംമൂടി അണിഞ്ഞിരിക്കുന്ന AK ആന്റണിക്കും VM സുധീരനും ധാർമ്മികതയുണ്ടെങ്കിൽ KM മാണിയുടെ രാജി ആവശ്യപ്പെടണമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. അഴിമതി കോൺഗ്രസിന്റെയും UDFന്റെയും ജന്മ അവകാശമാണെന്നാണ് ആന്റണിയുടെയും സുധീരന്റെയും പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. സർക്കാരും വിജിലൻസ് ഡയറക്ടർ വിൻസെന്റ് എം പോളും ഗൂഢാലോചന നടത്തിയാണ് കേസ് അട്ടിമറിച്ചത് എന്നും പ്രതിപക്ഷ നേതാവ് പ്രസ്താവിച്ചു. 7 ജില്ലകളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നാളെ കൊട്ടിക്കലാശം. ഞായറാഴ്ചത്തെ നിശബ്ദ പ്രചരണവും കഴിഞ്ഞാൽ തിങ്കളാഴ്ച വിധിയെഴുത്താണ്. എല്ലായിടങ്ങളിലും തിരക്കിട്ട അവസാനഘട്ട പ്രചരണത്തിലാണ് സ്ഥാനാർത്ഥികൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിങ്കളാഴ്ച വോട്ടെടുപ്പ് നടക്കുന്ന തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നാളെ കൊട്ടിക്കലാശം. കഴിഞ്ഞ 3-ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം കഷ്ടിച്ച 1 മാസം മാത്രമാണ് സ്ഥാനാർത്ഥികൾക്ക് പ്രചരണ പ്രവർത്തനങ്ങൾക്കായി സമയം ലഭിച്ചത്. അതിനാൽ വളരെ ഊർജിതമായിരുന്നു എല്ലായിടങ്ങളിലെയും തെരഞ്ഞെടുപ്പ് പ്രചരണം. മുന്നണികൾക്കായി പ്രമുഖ നേതാക്കന്മാർ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ പരമാവധി കേന്ദ്രങ്ങളിൽ ഓട്ടപ്രദക്ഷിണം നടത്തി. വാർഡിലെ മുക്കിലും മൂലയിലും എത്തി വോട്ടഭ്യർത്ഥിക്കാൻ സ്ഥാനാർത്ഥികളും സജീവമായി. ഇങ്ങനെ തിരക്കിട്ടു നടന്ന ശബ്ദപ്രചരണത്തിനാണ് നാളത്തെ ആവേശമേറിയ കലാശക്കൊട്ടോടെ സമാപനമാവുന്നത്. തുടർന്ന് ഞായറാഴ്ച നിശബ്ദ പ്രചരണം. തിങ്കളാഴ്ച 7 ജില്ലകളിൽ വിധിയെഴുത്ത്. 1,11,11,006 വോട്ടർമാരാണ് 7 ജില്ലകളിലായി മത്സരിക്കുന്ന 31,161 സ്ഥാനാർത്ഥികളുടെ വിധി നിർണ്ണയിക്കുക. ചൂടേറിയ പ്രചരണത്തിനൊടുവിൽ എല്ലായിടങ്ങളിലും കൊട്ടിക്കലാശം കൊഴുപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇരുമുന്നണികളും BJPയും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.